അതെന്റെ അമ്മയാ. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ അമ്മ പോവില്ല. അതെനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി. നിന്റെ അല്ലേ അമ്മ. നിന്നെ പോലെ തന്നെ തരംതാണ സ്വഭാവം മനസ്സിലായി. എനിക്കെന്തടി ഒരു കുഴപ്പം? എന്ത് കുഴപ്പം നിനക്ക് ഇല്ലാത്തത്? കള്ളത്തരവും ചതിയൊന്നും ഒരു യോഗ്യത ഒന്നും അല്ലല്ലോ. അമൃതേ, എന്റെ ഭാര്യയെ കുറിച്ച് നീ അനാവശ്യം പറയരുത്. സുമേഷേട്ടന് നാണക്കേടൊന്നും തോന്നില്ലേ ഇവളുടെ വാല് പോലിങ്ങനെ നടക്കാൻ? മൂക്കയറിട്ട കാളെ പോലെ. വേണ്ടാത്തത് പറഞ്ഞ അടിച്ച് ഞാൻ കർണം പോയിക്കും. എന്നെ തല്ലാനുള്ള യോഗ്യതയൊന്നും ഇപ്പൊ സുമേഷേട്ടനില്ല. അത്രയ്ക്ക് തരംതാണ് പോയി സുമേഷേട്ടൻ. നീ എന്നെ കോടതി കയറ്റിയെന്ന് അമ്മയോട് പറഞ്ഞു കേട്ടല്ലോ. അത് വെറും വാക്കല്ല. നീ ചതി കാണിച്ച് പണയരേഖ ഉണ്ടാക്കിയത് ഞാൻ കോടതിയിൽ തെളിയിക്കും. അതിനെ നിന്റെ ഈ ജന്മം മതിയാവില്ല മോളെ. ജില്ലാ കോടതി മുതൽ അങ്ങ് സുപ്രീം കോർട്ട് വരെ ഞാൻ പോവും. നീയേ താങ്ങില്ല അത്. മര്യാദക്കാണെങ്കിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. പഞ്ചരത്നത്തിൽ പണ്ടേ ഞങ്ങൾക്ക് നോട്ടമുണ്ട്. ഹോട്ടൽ മാത്രം മതി, ബാക്കി താമസിക്കാനുള്ള സ്ഥലമൊക്കെ നീ എടുത്തോ. നമുക്ക് രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതാം ഹോട്ടലും പുരയിടും ഒക്കെ. എന്താ, നീ സമ്മതിച്ചോ? ഞങ്ങളുടെ സ്വത്തില് നിനക്ക് അവകാശം വേണോ? ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു നിനക്ക്? നീ പഞ്ചരത്നത്തിന്റെ പടി കയറിയാ മുറ്റടിക്കുന്ന ചൂലെടുക്കും ഞാൻ. കൊള്ളാം. അപ്പോഴേ നിന്റെ വാശി നടക്കട്ടെ. പക്ഷേ നീ ചെവിയിൽ നുള്ളിക്കോ, പഞ്ചരത്ന ഹോട്ടലെ ഞങ്ങളുടെ കയ്യിലിരിക്കും. അതിന്റെ അധികാരവും അവകാശവും എനിക്ക് തീരെഴുതി തരേണ്ടി വരും നിനക്ക്. പിന്നെ എന്റെ ഉടമസ്ഥതയിലുള്ള പഞ്ചരത്നത്തില് ക്ലീനിങ് സെക്ഷനിൽ ജോലി തുടങ്ങേണ്ടി വരും നിനക്ക്. ക്ലീനിങ്ങേ അത്ര മോശം ജോലിയൊന്നും അല്ല ദിവ്യേ. എന്റെ ഹോട്ടലിലെ ജോലിക്കാർക്കൊപ്പം നിന്ന് ഞാൻ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. പക്ഷെ നിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്ന അന്ന് ആത്മഹത്യ ചെയ്യും ഞാൻ. പഞ്ചരത്നം ഞങ്ങൾ 5 പേരുടേതുവാ. അത് പിടിച്ചെടുക്കാൻ വാല് മുളച്ചിട്ട് വന്നാ മതി നീ. ഞാനൊരു തൊടല് വാങ്ങിച്ചു വെക്കാം. നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നെ ഇവൾ അപമാനിക്കുന്നത് കേട്ടോണ്ട് നിൽക്കാടോ സുമേഷ്? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഇവള് പോവും. എന്താ സുമേഷേ ഇവനെ കണ്ടപ്പോ നിറച്ചത്? എന്താ പേടിച്ചു പോയോ? എനിക്കാരെയും പേടിയില്ല. തർക്കുത്തരം പറഞ്ഞ ആരുടെ മുന്നിൽ വെച്ചും ഇവളെ തല്ലി ഞാൻ. അതൊക്കെ ചുമ്മാ. പെൺപിള്ളേരുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ലെന്നല്ലേ? അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവളെ എന്റെ മുറപ്പെണ്ണ. സുമേഷേ, നീ ഏത് കൊമ്പത്തെ മറ പറഞ്ഞാലുവേ ഇവളുടെ ദേഹത്ത് കൈവിട്ടാ എന്റെ സ്വഭാവം മാറും. അല്ലെങ്കിൽ നീ എന്നെ തല്ലി തോപ്പിക്കണം. അതിനുള്ള ചങ്കറപ്പുണ്ടെങ്കിൽ നീ പോരെ. കൊടുക്ക് സുമേഷ് അവന്റെ കരണക്കുറ്റി നോക്കിട്ട് ഇവന്റെ പല്ലടിച്ച് താഴെയിട്. അതിനെ ഇവൻ വേറെ ജനിക്കണം. എന്നൊന്നും തല്ലി നോക്കട. പിന്നെ നിന്നെ മെഡിക്കൽ കോളേജിൽ പോലും എടുക്കില്ല. സുമേഷ് പറഞ്ഞത് കേട്ടില്ലേ? ദേ ഇല്ലെങ്കിൽ ഞാൻ തല്ലും. എന്നെ തല്ലാനേ നീ പഠിച്ച കളരിയും കരാട്ടയൊന്നും പോരാ. എന്റെ ഭാര്യയുടെ കൈ പിടിക്കാറാണോ നീ? സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ദേഹത്തോട്ട് കളിക്കുന്നോടാ. കൈ ഞാൻ വെട്ടും. വേണ്ട ബി, പഴക്കിനൊന്നും പോണ്ട. ഡേ നിന്ന് തുള്ളാതെ എവനെ വിളിച്ചോണ്ട് പൊടി. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നവരെ. ദേ ഇതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട നീ. ദിവ്യപ്രഭ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. നീയും ഇവനും
എന്റെ ടാർഗറ്റാ. അതെ, ഞാനൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അത് കഴിഞ്ഞാ ഞാനും തിരിച്ചു പ്രതികരിക്കും. ഇപ്പൊ നീ പോ. ദിവ്യപ്രഭ, ഞാനുണ്ട്. ദിവ്യ, നിനക്ക് വെച്ചിട്ടുണ്ടോ ഞാൻ? ദിവ്യ, ഞാൻ കേറില്ല. ദിവ്യ, ദിവ്യ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.